Hi everyone, welcome to Teach English. I'm back with the activity solutions from the story, A Doll's Journey. എ ഡോൾസ് ജേണി എന്ന കഥ വായിച്ചല്ലോ. ഇഷ്ടമായോ? ഇനി നമുക്ക് അതിലെ ഓരോ ആക്ടിവിറ്റികൾക്കും എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. Activity 1. Read the story once again and identify the following. Location, character and themes. കഥ ഒരിക്കൽ കൂടി വായിച്ച് ഇനിപ്പറയുന്നവ തിരിച്ചറിയുക. കഥ നടക്കുന്ന സ്ഥലം, കഥാപാത്രങ്ങൾ, തീമുകൾ എന്നിവയാണ് എഴുതേണ്ടത്. Location, a park in the city of Berlin. ബെർലിൻ നഗരത്തിലെ ഒരു പാർക്കിലാണ് ഈ കഥ നടക്കുന്നത്. There are 3 characters in the story. They are Franz Kafka, the girl, and the doll. 3 കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ ഉള്ളത്. ഫ്രാൻസ് കാഫ്ക, പെൺകുട്ടി, പാവ എന്നിവരാണ് ഈ കഥാപാത്രങ്ങൾ. Themes. In A Doll's Journey, Kafka shows kindness and creativity to help a girl cope with the loss of her doll and learn to move on. എ ഡോൾസ് ജേർണി യിൽ കാഫ്ക ദയാപൂർവം കഥകൾ പറഞ്ഞ് ഒരു പെൺകുട്ടിയെ അവളുടെ പാവയുടെ നഷ്ടത്തെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തെ നേരിടാനും മുന്നോട്ടു പോകാനും സഹായിക്കുന്നു. 1. Kindness. Kafka helps the girl feel better by writing letters from her lost doll. ഈ തീമുകളെ ഓരോന്നായി പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് ദയാണ്. ദയാപൂർവം പെൺകുട്ടിക്ക് കത്തുകൾ എഴുതുന്നതിലൂടെ കാഫ്ക അവൾക്ക് ആശ്വാസം നൽകുന്നു. 2. Imagination. Kafka uses his creativity to make up stories about the doll's adventures. രണ്ടാമത്തെ തീമാണ് ഇമാജിനേഷൻ, അതായത് ഭാവന. പാവയുടെ സാഹസികതയെക്കുറിച്ചുള്ള കഥകൾ എഴുതാൻ കാഫ്ക തന്റെ സർഗാത്മകതയും ഭാവനയും ഉപയോഗിക്കുന്നു. 3. Dealing with loss. The girl learns to cope with losing her doll. അടുത്ത തീം ഒരാൾക്കുണ്ടാകുന്ന നഷ്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ്. തന്റെ പാവയെ നഷ്ടപ്പെട്ടതിനെ നേരിടാൻ പെൺകുട്ടി പഠിക്കുന്നു. 4. Moving on. The girl learns to accept that her doll is gone. അവസാനത്തെ തീം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. പെൺകുട്ടി തന്റെ പാവ എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി എന്ന് അംഗീകരിക്കാൻ പഠിക്കുന്നു. Activity 2. Read these sentences taken from the story. കഥയിൽ നിന്ന് എടുത്ത ഈ വാചകങ്ങൾ വായിക്കൂ. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. ഒരു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു അത്. ബെർലിനിലെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു കാഫ്ക. തന്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടുമുട്ടി. Kafka comforted the little girl who was in great distress. Here is a small part of their conversation. Can you complete it? വലിയ വിഷമത്തിലായ കൊച്ചു പെൺകുട്ടിയെ കാഫ്ക ആശ്വസിപ്പിച്ചു. അവരുടെ സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇതാ. നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുമോ? Answer. Kafka, oh dear, why are you crying? പ്രിയപ്പെട്ട കുട്ടി, നീ എന്തിനാണ് കരയുന്നത്? Little girl, my Levi, she's lost. എന്റെ ലേവി, എനിക്കവളെ നഷ്ടപ്പെട്ടു. Kafka, when did you last see her? എപ്പോഴാണ് നീ അവളെ അവസാനമായി കണ്ടത്? Little girl, this morning. She's gone now. ഇന്ന് രാവിലെ. ഇപ്പോൾ അവളെ കാണാനില്ല. Kafka, let's look for her together. We'll find her. നമുക്ക് ഒരുമിച്ച് അവളെ തിരയാം. നാം അവളെ കണ്ടെത്തും. Little girl, what if we don't? നമ്മൾ അവളെ കണ്ടെത്തിയില്ലെങ്കിലോ? Kafka, then we'll come back tomorrow and try again. Don't worry. എങ്കിൽ നമുക്ക് നാളെ തിരിച്ചു വന്ന് വീണ്ടും പരിശ്രമിക്കാം. നീ വിഷമിക്കേണ്ട. Little girl, you promise? വാക്ക് തരാമോ? Kafka, I promise. We'll find Levi. ഞാൻ വാക്ക് തരുന്നു. നാം ലേവിയെ കണ്ടെത്തും. Activity 3. Enact the roles of the little girl and Kafka using the conversation prepared. തയ്യാറാക്കിയ കോൺവെർസേഷൻ ഉപയോഗിച്ച് പെൺകുട്ടിയുടെയും കാഫ്കയുടെയും റോളുകൾ അവതരിപ്പിക്കുക.
read these sentences taken from the story. ഇനി കഥയിൽ നിന്നെടുത്ത ഈ സെന്റൻസുകൾ വായിക്കാം. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time. പെൺകുട്ടിക്ക് പാവയിൽ നിന്ന് കത്തുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. തന്റെ സാഹസികതയെക്കുറിച്ച് പാവ വിശദമായി എഴുതി. കത്തുകൾ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചു. കുറച്ചുകാലം ഇത് തുടർന്നു. After reading the letters from the doll, the girl was eager to see her. She waited and waited, but the doll didn't turn up. So she decided to put her thoughts and emotions in her diary. Write the diary entry of the girl. പാവയിൽ നിന്നുള്ള കത്തുകൾ വായിച്ച ശേഷം പെൺകുട്ടി അവളെ കാണാൻ കൊതിച്ചു. അവൾ കാത്തിരുന്നു, പക്ഷേ പാവ തിരിച്ചുവന്നില്ല. അതിനാൽ അവളുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഡയറിയിൽ എഴുതാൻ അവൾ കരുതി. ആ പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പ് എഴുതുക. Answer. My diary. Written on Thursday, 18th July. Dear diary, today, I received another letter from Levi. She wrote about all the exciting places she has visited and the new friends she has made. ഇന്ന് ലെവിയിൽ നിന്ന് എനിക്ക് മറ്റൊരു കത്ത് കിട്ടി. താൻ സന്ദർശിച്ച എല്ലാ രസകരമായ സ്ഥലങ്ങളെയും പുതിയ സുഹൃത്തുക്കളെയും കുറിച്ച് അവൾ എഴുതിയിട്ടുണ്ട്. I'm so happy to hear from her, but I miss her so much. I can't wait for the day she finally comes back to me. അവളുടെ വിവരങ്ങൾ അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ അവളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഒടുവിൽ അവളെന്നിലേക്ക് മടങ്ങിവരുന്ന ദിവസത്തിനായി കാത്തിരിക്കാനാവുന്നില്ല. I wonder what she looks like now and if she still remembers me. I hope she returns soon. അവളിപ്പോൾ കാണാൻ എങ്ങനെയായിരിക്കുമെന്നും ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടോ എന്നും അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. അവൾ ഉടൻ മടങ്ങിവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Every time I go to the park, I keep looking for her, hoping to see her running back to me. ഓരോ തവണ പാർക്കിൽ പോകുമ്പോഴും അവൾ എന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവളെ തിരയുന്നു. But she still hasn't come. I'll keep waiting and dreaming about the day we'll be together again. Love, Irma. 5 Here is a letter written. പക്ഷേ അവൾ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഞാൻ കാത്തിരിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യും. Activity 5. Here is a letter written by the doll to the girl. Read it. Dear Irma, how are you? Hope you got all my letters and enjoyed reading them. പ്രിയ ഇർമ, സുഖമാണയാ? നിനക്ക് എന്റെ എല്ലാ കത്തുകളും ലഭിച്ചെന്നും അവ വായിച്ചു രസിച്ചെന്നും പ്രതീക്ഷിക്കുന്നു. How can I forget those happy days with you? It was from you I first felt mother's love. നിന്നോടൊപ്പമുള്ള ആ സന്തോഷ ദിനങ്ങൾ ഞാനെങ്ങനെ മറക്കും? അമ്മയുടെ സ്നേഹം എനിക്ക് ആദ്യമായി മനസ്സിലായത് നിന്നിൽ നിന്നാണ്. You bathed me, dressed me, carried me in your arms and made a bed for me. നീ എന്നെ കുളിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും കൈകളിൽ എടുക്കുകയും എനിക്കായി കിടക്ക ഒരുക്കുകയും ചെയ്തു. You were always busy with sewing clothes for me, taking me everywhere you went and feeding me. എനിക്കു വേണ്ടി വസ്ത്രങ്ങൾ തുന്നുന്നതിലും പോകുന്നിടത്തെല്ലാം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകുന്നതിലും ഏർപ്പെട്ട് നീ എപ്പോഴും തിരക്കിലായിരുന്നു. How I wish you were with me now. It is such fun here. നീ ഇപ്പോൾ എന്നോടൊപ്പമുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ. ഇവിടെ നല്ല രസമാണ്. When shall we meet again? With lots of love, yours. എപ്പോഴാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക? ഒത്തിരി സ്നേഹത്തോടെ, നിന്റെ ലെവി. Now, imagine you are Irma and write a reply to Levi. നിങ്ങൾ ഇർമയാണെന്ന് സങ്കൽപ്പിച്ച് ലെവിക്ക് ഒരു മറുപടി എഴുതാമോ? Dear Levi, I'm so happy to hear from you. Yes, I received all your letters, and I love reading about your adventures. പ്രിയ ലെവി, നിന്റെ വിവരം അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെ, നിന്റെ എല്ലാ കത്തുകളും എനിക്ക് ലഭിച്ചു. നിന്റെ സാഹസികതയെക്കുറിച്ച് വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. It makes me feel like I'm with you, even though we are far apart. I miss you so much, Levi.
നാം അകന്നിരിക്കുകയാണെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു, ലേവി. I think about all the times we spent together, and I wish you were here with me again. നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച കാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. നീ ഇപ്പോഴും എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I remember how we played together, and how I took care of you. നമ്മളൊരുമിച്ച് കളിച്ചതും ഞാൻ നിന്നെ എങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടുവന്നെന്നും ഞാൻ ഓർക്കുന്നു. Those were the best days. I'm glad you're having fun, but I hope we can see each other soon. അതായിരുന്നു ഏറ്റവും നല്ല ദിവസങ്ങൾ. നീ ഇങ്ങനെ രസിച്ചു നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ നമുക്ക് ഉടൻ തന്നെ പരസ്പരം കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I can't wait to hear more about your trip. Please write to me again and let me know when you'll be back. നിന്റെ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ദയവായി എനിക്ക് വീണ്ടും എഴുതുക, നീ എപ്പോൾ മടങ്ങിവരുമെന്നും എന്നെ അറിയിക്കുക. With all my love, Irma. Activity 6. What if Irma were living in our times? ഇർമ നമ്മുടെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ. Close your book and listen to your teacher. പുസ്തകം അടച്ചുവെച്ച് നിങ്ങളുടെ ടീച്ചർ പറയുന്നത് കേൾക്കൂ. Irma loved spending time with her friends. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇർമയ്ക്ക് ഇഷ്ടമായിരുന്നു. In the evening she would go cycling. വൈകുന്നേരം അവൾ സൈക്കിളിൽ പോകും. She could ride for a long time without getting tired. തളരാതെ ഏറെ നേരം സൈക്കിളോടിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. Early in the morning she would have great fun drawing and painting. അതിരാവിലെ ഡ്രോയിങ്ങും പെയിന്റിംഗും ചെയ്യുന്നതിൽ അവൾ രസം കണ്ടെത്തിയിരുന്നു. But everything changed when she got a smartphone for her birthday. പക്ഷേ പിറന്നാളിന് സ്മാർട്ട് ഫോൺ കിട്ടിയതോടെ എല്ലാ പതിവും മാറി. At first, Irma used her phone for talking to her friends and taking photos. സുഹൃത്തുക്കളോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനുമാണ് ഇർമ ആദ്യം ഫോൺ ഉപയോഗിച്ചിരുന്നത്. But as time went on, she found she could not take her eyes off the screen. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ലെന്ന് അവൾ കണ്ടെത്തി. Once she started using her smartphone, she would scroll through social media, watch videos, and play games for hours. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുകയും വീഡിയോകൾ കാണുകയും മണിക്കൂറുകളോളം ഗെയിമുകൾ കളിക്കുകയും ചെയ്യും. Often she could not help reaching for her phone even when she was busy with other things. പലപ്പോഴും അവൾ മറ്റു കാര്യങ്ങളിൽ തിരക്കിലായിരിക്കുമ്പോൾ പോലും ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. Irma's mother noticed this and she thought Irma should not let herself be carried away by the smartphone. ഇർമയുടെ അമ്മ ഇത് ശ്രദ്ധിക്കുകയും സ്മാർട്ട് ഫോണിന് അടിമയാവാൻ ഇർമയെ അനുവദിക്കരുതെന്ന് കരുതുകയും ചെയ്തു. Spending time outdoors and enjoying real-life moments should be just as important as the digital world to her. വീടിനു പുറത്ത് സമയം ചെലവഴിക്കുന്നതും യഥാർത്ഥ ജീവിത നിമിഷങ്ങൾ ആസ്വദിക്കുന്നതും ഡിജിറ്റൽ ലോകം പോലെ തന്നെ പ്രധാനമാണ്. A. Now read the passage. Pick out the sentences with words in and write them below. ഇനി തന്നിരിക്കുന്ന പാസേജ് വായിക്കുക. ഇറ്റാലിക്സിൽ നൽകിയ പദങ്ങളടങ്ങിയ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് ചുവടെ എഴുതുക. Answer. In the evening she would go cycling. She could ride for a long time without getting tired. Early in the morning she would have great fun drawing and painting. But as time went on, she found she could not take her eyes off the screen. Often she could not help reaching for her phone even when she was busy with other things. She would scroll through social media, watch videos, and play games for hours. She thought Irma should not let herself be carried away by the smartphone. Spending time outdoors and enjoying real-life moments should be just as important as the digital world to her. B. Fill in the blanks with suitable sentences from the above. ഇനി താഴെയുള്ള ടേബിളിലെ എക്സാമ്പിൾ നൽകിയ ഭാഗത്ത് മുകളിൽ നിന്നും അനുയോജ്യമായ സെന്റൻസുകൾ എടുത്തെഴുതാം. Answer. First column. Should.
Its function, to refer to duty or obligation. എന്തിനാണ് ഷൂഡ് എന്ന വാക്കുപയോഗിക്കുന്നത്? Examples 1. Spending time outdoors and enjoying real-life moments should be just as important to her as the digital world. Example 2. Irma's mother noticed this and she thought Irma should not let herself be carried away by the smartphone. The second one, would. Its function, to refer to past habits. എന്തിനാണ് വുഡ് എന്ന വാക്കുപയോഗിക്കുന്നത്? Example 1. In the evening she would go cycling. Example 2. Early in the morning, she would have great fun drawing and painting. Example 3. At first, Irma used her phone for talking to her friends and taking photos. The third one, could. Its function, to refer to past ability. എന്തിനാണ് കുഡ് എന്ന വാക്കുപയോഗിക്കുന്നത്? Example 1. She could ride for a long time without getting tired. Example 2. But as time went on, she found she could not take her eyes off the screen. Activity 7. Read the following sentences taken from the story. Notice the words in italics. കഥയിൽ നിന്ന് എടുത്ത് ഇനിപ്പറയുന്ന വാക്യങ്ങൾ വായിക്കുക. ഇറ്റാലിക്സിലെ വാക്കുകൾ ശ്രദ്ധിക്കുക. 1. He met a girl who was crying because she had lost her favorite doll. തന്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടി. 2. Kafka had prepared the letter which was meant to be from the doll. പാവയിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന കത്ത് കാഫ്ക തയ്യാറാക്കിയിരുന്നു. Now read this poem. They kept their streets so clean and nice, with actions that were truly wise. ശരിക്കും വിവേകപൂർവമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ അവരുടെ തെരുവുകൾ വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചു. There was a boy named Jack, who led the way, picking up litter every single day. He knew that a clean town brings cheer, so he worked hard to keep it clear. ജാക്ക് എന്നു പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ അവരെ നയിച്ചു, ഓരോ ദിവസവും ചപ്പുചോറുകൾ പെറുക്കി എടുത്തുകൊണ്ട്. വൃത്തിയുള്ള നഗരം സന്തോഷം നൽകുമെന്ന് അവനറിയാമായിരുന്നു, അതിനാൽ അത് തെളിയിക്കാൻ അവൻ കഠിനമായി പരിശ്രമിച്ചു. And then there was Lucy, who had a knack for using less plastic and cutting back. She carried a bottle that she'd always fill, choosing to help, rather than just chill. പിന്നെ ഒരു മിടുക്കി ലൂസി ഉണ്ടായിരുന്നു. കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിലും അതിന്റെ ഉപയോഗം വെട്ടിക്കുറയ്ക്കുന്നതിലും അവൾക്ക് മിടുക്കുണ്ടായിരുന്നു. അവൾ എപ്പോഴും വീണ്ടും നിറയ്ക്കാൻ കഴിയുന്ന ഒരു കുപ്പി കൈയിലെടുത്തു. സ്വയം തണുപ്പിക്കുന്നതിനു പകരം അവൾ മറ്റുള്ളവരെ സഹായിക്കാൻ തുനിഞ്ഞു. In the park, they found a spot, a secret garden that meant a lot. Plants and flowers, which they adored, they cared for each, their spirits soared. പാർക്കിൽ അവർ ഒരു സ്ഥലം കണ്ടെത്തി, ഒരു രഹസ്യ പൂന്തോട്ടം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമായിരുന്നു. അവർ ഇഷ്ടപ്പെട്ടിരുന്ന ചെടികളും പൂക്കളും, അവർ ഓരോരുത്തരെയും പരിചരിച്ചു, അതിലൂടെ അവർ ധന്യരായി. ഒരു വാക്യത്തിലെ ആശയങ്ങളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പദങ്ങളാണ് ഹു, വിച്ച്, ദാറ്റ് എന്നിവ. ഒരു വാക്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുന്ന ചെറിയ പാലങ്ങൾ പോലെയാണ് അവ. ഈ ഉദാഹരണങ്ങൾ നോക്കൂ. 1. He met a girl who was crying because she had lost her favorite doll. തന്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ട് കരയുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടുമുട്ടി. 2. Kafka had prepared the letter which was meant to be from the doll. പാവയിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന കത്ത് കാഫ്ക തയ്യാറാക്കിയിരുന്നു. ആദ്യ വാചകത്തിൽ ഹു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നരേറ്റർ കണ്ടുമുട്ടിയ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരിക്കാനാണ് ഹു ഉപയോഗിച്ചത്. അവൾ കരയുകയായിരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഇത് കത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. വിച്ച് എന്ന വാക്ക് കത്ത് പാവയിൽ നിന്നുള്ളതാണ് എന്ന് അറിയാൻ നമ്മെ സഹായിക്കുന്നു. ഇനി കവിത നോക്കാം. ഇവിടെയും ഹു, വിച്ച് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. 1. There was a boy named Jack, who led the way. 2. Plants and flowers, which they adored. ജാക്ക് എന്നു പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അവൻ വഴി നയിച്ചു. ഇവിടെ
ഹു എന്ന വാക്ക് ജാക്കിനെക്കുറിച്ച് നമ്മോട് കൂടുതൽ പറയുന്നു. വഴികാട്ടിയത് ജാക്കാണെന്ന് വ്യക്തമാക്കുന്നു. അവർ ആരാധിച്ചിരുന്ന ചെടികളും പൂക്കളും. ഈ വരിയിൽ ഏത് സസ്യങ്ങളും പൂക്കളുമാണെന്നത് വ്യക്തമാക്കുന്നു. അവ കുട്ടികൾ ഇഷ്ടപ്പെടുന്നവയാണെന്ന് വിച്ച് എന്ന പദം വിശദീകരിക്കുന്നു. ഇവിടെ ബ്രാക്കറ്റിൽ ദാറ്റ്, വിച്ച്, ഹു എന്നീ പദങ്ങൾ നൽകിയിട്ടുണ്ട്. ദിയും മിലാനും തമ്മിലുള്ള താഴെ നൽകിയ സംഭാഷണം പൂർത്തിയാക്കാൻ ഇറ്റാലിക്സിൽ തന്ന ഈ വാക്കുകൾ ഉപയോഗിക്കുക. Hey, have you heard of the Earth Heroes Club? ഹേയ്, നിങ്ങൾ എർത്ത് ഹീറോസ് ക്ലബിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? No. What's that? ഇല്ല, അതെന്താണ്? It's a group of kids who are really passionate about environment conservation. പരിസ്ഥിതി സംരക്ഷണത്തിൽ ശരിക്കും അഭിനിവേശമുള്ള ഒരു കൂട്ടം കുട്ടികളാണ്. That sounds cool. Who can join? അത് കൊള്ളാം. ആർക്കൊക്കെ അതിൽ ചേരാം? Anyone who wants to make a difference. Everyone can play a part in taking care of our planet, they say. ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മുടെ ഭൂമിയെ പരിപാലിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നവർ പറയുന്നു. That's really smart. Do they do anything else? അതടിപൊളിയായിക്ക്. അവർ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? They convince the shopkeepers to give up plastic bags that are harmful to the environment. പരിസ്ഥിതിക്ക് ഹാനികരമായ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപേക്ഷിക്കാൻ അവർ കടയുടമകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. That's a big achievement. How can I get involved? അതൊരു വലിയ നേട്ടമാണ്. എനിക്കെങ്ങനെ ഇതിന്റെ പ്രവർത്തനത്തിൽ ഇടപെടാനാകും? You can attend their meetings, which they hold every Friday after school. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിന് ശേഷം അവർ നടത്തുന്ന മീറ്റിംഗുകളിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയും. I'm excited to join. Thanks for telling. ആ ക്ലബിൽ ചേരുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ. ഇക്കാര്യം പറഞ്ഞതിൽ താങ്ക്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഡോൾസ് ജേണി എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റികൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കുപകാരമായെങ്കിൽ കമന്റ് ചെയ്യൂ. Thanks for watching. Bye.